2015 IIT മദ്രാസിലെ ഹോസ്റ്റൽ മുറിയിലെ രാത്രി മുഴുവൻ കോഡിങ്ങിൽ മുഴുകിയിരുന്ന ഒരു സാധാരണ വിദ്യാർത്ഥി. അന്ന് തന്റെ സംശയങ്ങൾ തീർക്കാൻ ഗൂഗിളിനെ ആശ്രയിച്ചിരുന്ന ആ ഒരു കുട്ടി ഭാവിയിൽ ഗൂഗിളിന് തന്നെ ഒരു വെല്ലുവിളിയാകുമെന്ന് ആരും കരുതിയിട്ടുണ്ടായില്ല. അതെ, നമ്മൾ സംസാരിക്കുന്നത് അരവിന്ദ് ശ്രീനിവാസിനെ കുറിച്ചാണ്. വെറും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പെർപ്ലെക്സിറ്റി AI എന്ന സ്റ്റാർട്ടപ്പിലൂടെ ടെക് ലോകത്തെ ഞെട്ടിച്ച പ്രതി ഇന്ന് $20 ബില്യൺ മൂല്യമുള്ള ഒരു കമ്പനിയായി പെർപ്ലെക്സിറ്റി വളർന്നു കഴിഞ്ഞു. ഒരു സാധാരണ ചെന്നൈ മിഡിൽ ക്ലാസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അരവിന്ദ് എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത്? എന്താണ് പെർപ്ലെക്സിറ്റിയെ മറ്റ് AI ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? നമുക്കൊന്ന് പരിശോധിച്ചു. കഥയിൽ കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് മിസ്സാവാണ്ടിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ട. ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അരവിന്ദിന്റെ യാത്ര തുടങ്ങുന്നത്. IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ മെഷീൻ ലേണിംഗിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ലാതെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ അപ്രതീക്ഷിതമായിട്ട് വിജയിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. തുടർന്ന് ഉപരിപഠനത്തിനായി UC ബാർക്കലിയിലോട്ടേക്ക് അവർ പോയി. അവിടെ വെച്ച് ഓപ്പൺ AI, ഡീപ് മൈൻഡ്, ഗൂഗിൾ ബ്രെയിൻ തുടങ്ങിയ ലോകോത്തര കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. ഒരു പെർഫെക്റ്റ് സെർച്ച് എന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. ദ മാർക്കറ്റ് ഗ്യാപ്പ്. 2022 ChatGPT വന്നതോടെ ഇന്റർനെറ്റ് സെർച്ചിന്റെ രീതികൾ മാറി. പക്ഷേ അവിടെയും ഒരു വലിയ വിടവുണ്ടായിരുന്നു. ഗൂഗിൾ. നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്താൽ ഗൂഗിൾ നിങ്ങൾക്ക് കുറെ ലിങ്കുകൾ തരും. ഉത്തരത്തിനായി നമ്മൾ ഓരോ ലിങ്കും കയറി പരിശോധിക്കണം. ChatGPT ആണെങ്കിലോ നിങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം തരും. പക്ഷെ അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന സോഴ്സ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണില്ല. പലപ്പോഴും തെറ്റായ വിവരങ്ങൾ നമുക്ക് തന്നേക്കും. കൃത്യം ഈ ഒരു ഗ്യാപ്പാണ് അരവിന്ദ് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞത്. ഉപഭോക്താവിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന വിശ്വസനീയമായ സോഴ്സും നൽകുന്ന ഒരു ടൂൾ. അങ്ങനെയാണ് പെർപ്ലെക്സിറ്റിയുടെ ജനനം. ഇവിടെയാണ് ഒരു സംരംഭകൻ എന്ന നിലയിൽ അരവിന്ദിന്റെ ബുദ്ധി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗൂഗിളിനെയോ ഓപ്പൺ AIയോ പോലെ സ്വന്തമായി വലിയൊരു AI മോഡൽ നിർമ്മിക്കാൻ ഭീമമായ തുക ആവശ്യമാണ്. അത് അരവിന്ദിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം AI അഗ്രിഗേറ്റർ എന്ന തന്ത്രം പഠിച്ചു. അതായത് സ്വന്തമായ മോഡൽ ഉണ്ടാക്കുന്നതിന് പകരം നിലവിലുള്ള മികച്ച മോഡലുകളെ GPT-4, ക്ലൗഡ്, ലാമ തുടങ്ങിയ API വഴി തന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. ഇതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ചെലവ് കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. നാളെ ഇതിനൊരു മോഡലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പുതിയൊരു മോഡലിലൂടെ മാറാനും പെർപ്ലെക്സിറ്റിക്ക് എളുപ്പമാണ്. പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, ഗൂഗിളിന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ എന്ന്. ഇതിന്റെ ഉത്തരം അവരുടെ ബിസിനസ് മോഡലിൽ. ഗൂഗിളിന്റെ പ്രധാന വരുമാനം പരസ്യങ്ങളിൽ നിന്നാണ്. നമ്മൾ സെർച്ച് ചെയ്ത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താലേ അവർക്ക് വരുമാനം ലഭിക്കും. പെർപ്ലെക്സിറ്റി പോലെ നേരിട്ട് ഉത്തരം നൽകിയാൽ ഗൂഗിളിന്റെ പരസ്യ വരുമാനം ഇല്ലാതാക്കും. ഇന്നോവേറ്റേഴ്സ് ഡെലിമ എന്നാണ് ബിസിനസ്സിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത്. മറുവശത്ത് മൈക്രോസോഫ്റ്റും ഓപ്പൺ AIയും അവരുടെ API വിറ്റാണ് പണം ഉണ്ടാക്കുന്നത്. അവരും നേരിട്ട് ഇത്തരം ഒരു ന്യൂട്രൽ പ്ലാറ്റ്ഫോം തുടങ്ങാൻ പഠിക്കും. ഈ അവസരമാണ് പെർപ്ലെക്സിറ്റി കൃത്യമായിട്ട് മുതലെടുത്തത്. 2022 ഡിസംബറിൽ ലോഞ്ച് ചെയ്ത പെർപ്ലെക്സിറ്റിക്ക് ഇന്ന് പ്രതിദിനം 30 മില്യണിലധികം സെർച്ചുകൾ ലഭിക്കുന്നുണ്ട്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും ചിപ്പ് നിർമ്മാണ ഭീമനായ NVIDIയും ഇതിൽ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. ഭാവി എന്നത് വെറും സെർച്ച് എഞ്ചിൻസിന്റേതല്ല, മറിച്ച് ആൻസർ എഞ്ചിൻസിന്റേതാണെന്ന് അരവിന്ദ് തെളിയിക്കുന്നു. കൃത്യമായ വിഷനും തന്ത്രപരമായ ബിസിനസ് നീക്കങ്ങൾ ഉണ്ടെങ്കിൽ ഗൂഗിളിനെ പോലൊരു വമ്പനെ പോലും വെല്ലുവിളിക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പെർപ്ലെക്സിറ്റി. പെർപ്ലെക്സിറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്തോളൂ. ഇനി പെർപ്ലെക്സിറ്റി ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.